ലോകഭൂപടത്തിൽ പശ്ചിമേഷ്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം, ആയിരക്കണക്കിന് വർഷത്തെ സാംസ്കാരിക പൈതൃകമുള്ള പേർഷ്യൻ ജനത. എന്നാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇറാനെ ഒരു വില്ലൻ പരിവേഷത്തിലാണ് ചിത്രീകരിക്കുന്നത്. സത്യത്തിൽ എന്താണ് ഇറാന്റെ നിലപാട്? എന്തുകൊണ്ടാണ് ലോകശക്തികളായ റഷ്യയും ചൈനയും ഇറാനൊപ്പം നിൽക്കുന്നത്? ഇത് വെറുമൊരു അധികാര രാഷ്ട്രീയമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനും അഭിമാനത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇറാൻ എന്തിനാണ് അമേരിക്കയെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ചരിത്രത്തിന് കൃത്യമായ മറുപടിയുണ്ട്. 1953 ഇറാന്റെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണം അമേരിക്ക അവിടെ പ്രതീക്ഷിച്ചു. 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇറാൻ ഈ വിദേശ അടിമത്തത്തിൽ നിന്ന് മോചിതരായി. ഇറാന്റെ വാദം വളരെ ലളിതമാണ്: ഞങ്ങളുടെ വിഭവങ്ങൾ, ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ സ്വന്തം തീരുമാനം. ആർക്കും എതിർക്കാനാവാത്ത നിസാരമായ, വളരെ ലളിതമായ ഒരു വാദം. പശ്ചിമേഷ്യയിലെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കാനും ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളെ ഇറാൻ ചോദ്യം ചെയ്യുന്നു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടാൻ മറ്റൊരു രാജ്യത്തിന് എന്ത് അവകാശമാണുള്ളത്? ഈ ചോദ്യമാണ് ഇറാനെ അമേരിക്കയുടെ കണ്ണിലെ കരടാക്കി മാറ്റിയത്. അമേരിക്ക ഇറാനെതിരെ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം സാമ്പത്തിക ഉപരോധമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവും പോലും തടയുന്ന രീതിയിലുള്ള ഈ ഉപരോധങ്ങളെ ഇറാൻ വിശേഷിപ്പിക്കുന്നത് സാമ്പത്തിക ഭീകരവാദം എന്നാണ്. തങ്ങൾ ഒപ്പിട്ട ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത് ലോകം കണ്ടതാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജം ഉപയോഗിക്കാനുള്ള അവകാശം ഇറാനുണ്ട്. എന്നാൽ അമേരിക്ക അത് തടയാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാൻ തങ്ങളുടെ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത്. റഷ്യയും ചൈനയും ഈ ഉപരോധങ്ങളെ വകവയ്ക്കാതെ ഇറാനുമായി വ്യാപാരം നടത്തുന്നു. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് റഷ്യയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കുന്നത്? അതിന് 3 പോയിന്റുകളിലൂടെയാണ് ഇറാൻ മറുപടി നൽകുന്നത്. ഒന്നാമത്തേത്, നീതിപൂർവമായ ലോകം. അതായത് ലോകം ഒരു രാജ്യത്തിന്റെ മാത്രം ആജ്ഞാനുവർത്തികളാകാൻ പാടില്ല എന്നാണ് ഇവരുടെ ന്യായം. അത് ന്യായം തന്നെയാണ്. റഷ്യയും ചൈനയും ഇറാനും ആഗ്രഹിക്കുന്നത് ഒരു മൾട്ടി പോളാർ ലോകമാണ്. രണ്ടാമത്തേത്, സുരക്ഷാ കവചം. നാറ്റോ കിഴക്കോട്ട് വ്യാപിക്കുന്നത് റഷ്യക്ക് ഭീഷണിയാകുന്നത് പോലെ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യം തമ്പടിക്കുന്നത് ഇറാനും ഭീഷണിയാണ്. ശത്രു ഒന്നായതുകൊണ്ട് ഇവിടെ അവർ കൈകോർക്കുന്നു. മൂന്നാമത് പറയുന്നത് ഊർജ സുരക്ഷയാണ്. ചൈനയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് തടസ്സമില്ലാതെ ഇന്ധനം വേണം. അമേരിക്കയുടെ ഭീഷണിയില്ലാതെ ഇറാൻ ചൈനയ്ക്ക് എണ്ണ നൽകുന്നുണ്ട്. അതിനു പകരമായി ചൈന ഇറാനിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് $400 ബില്യൺ കരാറിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇത് ഒരു സ്വാഭാവിക കൂട്ടുകെട്ടാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെ ഏഷ്യൻ ശക്തികളുടെ ഒരുമിക്കൽ. ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത് ആരെയും ആക്രമിക്കാനല്ല, മറിച്ച് തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ ഭയപ്പെടുത്താനാണ്. റഷ്യയുമായുള്ള സൈനിക സഹകരണം ഈ മേഖലയിൽ ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഇതിനെ ഭീഷണി എന്ന് വിളിക്കുമ്പോൾ ഇറാൻ ഇതിനെ ആത്മാഭിമാനത്തിനായുള്ള പ്രതിരോധം എന്നാണ് പറയപ്പെടുന്നത്. തങ്ങളുടെ അയൽ രാജ്യങ്ങളിൽ അമേരിക്കൻ ബോംബുകൾ വീണപ്പോൾ, അതായത് ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ബോംബുകൾ വീണപ്പോൾ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ഇറാൻ സ്വയം പര്യാപ്തത നേടിയേ മതിയാകൂ. റഷ്യയും ചൈനയും നൽകുന്ന രാഷ്ട്രീയ പിന്തുണ UN-ലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ അമേരിക്കയ്ക്ക് മുന്നിൽ പരാജയപ്പെടുത്തുന്നു. ഇറാന്റെ പോരാട്ടം ഒരു ആശയത്തിന് വേണ്ടിയാണ്. തങ്ങളുടെ സംസ്കാരവും സമ്പത്തും മറ്റൊരു വിദേശ ശക്തിക്കും അടിയറവ് വയ്ക്കില്ല എന്ന ഉറച്ച തീരുമാനമാണ് ഇതിനു പിന്നിൽ. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെ ഇറാൻ തെളിയിക്കുന്നത് ഒന്നേയുള്ളൂ: ലോകം എന്നത് അമേരിക്കയും യൂറോപ്പും മാത്രമല്ല. ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും നടുവിലും ഇറാൻ തല ഉയർത്തി നിൽക്കുകയാണ്. ഇത് പുതിയൊരു ഏഷ്യൻ യുഗത്തിന്റെ തുടക്കമാണ്. ഇവിടെ സൗഹൃദങ്ങൾ നിർണ്ണയിക്കുന്നത് നീതിയും തുല്യതയുമാണ്, അല്ലാതെ വാഷിംഗ്ടണിൽ നിന്നുള്ള ഉത്തരവുകളല്ല. ലോകം ഇന്ന് ഒരു നിർണായക ഘട്ടത്തിലാണ്. പതിറ്റാണ്ടുകളായി തുടർന്നു പോകുന്ന അമേരിക്കൻ ഏകധ്രുവ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നു. റഷ്യയുടെ സൈനിക കരുത്തും ചൈനയുടെ സാമ്പത്തിക സ്വാധീനവും ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധവും ഒന്നു ചേരുമ്പോൾ പിറക്കുന്നത് പുതിയൊരു ലോകക്രമമാണ്. ഇത് വെറുമൊരു കൂട്ടുകെട്ടല്ല, മറിച്ച് നിലനിൽപ്പിനായുള്ള പ്രതിരോധ മതിലാണ്. അമേരിക്ക തങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ തകർക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് സാമ്പത്തിക ഉപരോധം. എന്നാൽ ദശകങ്ങളായി ഇറാൻ ഈ ഉപരോധത്തെ അതിജീവിച്ചു എന്നതാണ് സത്യം. റഷ്യയും ചൈനയും ഇന്ന് ഇറാന്റെ പാതയിലാണ്. ഡോളറിനെ ഉപേക്ഷിക്കൽ അഥവാ ഡി ഡോളറൈസേഷൻ, തങ്ങളുടെ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്തുന്നതിലൂടെ
അമേരിക്കൻ ബാങ്കിംഗ് സിസ്റ്റത്തെ അവർ മറികടക്കുന്നു. ചൈന ഇറാനിൽ നടത്തുന്ന വൻ നിക്ഷേപങ്ങളും റഷ്യയുമായുള്ള ഊർജ്ജ കരാറും ഈ സഖ്യത്തെ സാമ്പത്തികമായി സ്വതന്ത്രമാക്കുന്നു. യുക്രൈൻ യുദ്ധം ഈ സഖ്യത്തെ കൂടുതൽ ദൃഢമാക്കി എന്ന് വേണം പറയാൻ. ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യയും റഷ്യയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും പരസ്പരം കൈമാറപ്പെടുന്നു. പേർഷ്യൻ ഗൾഫും മധ്യേഷ്യയും ഈ 3 രാജ്യങ്ങളുടെയും നിയന്ത്രണത്തിലാകുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നാവികാധിപത്യം വെല്ലുവിളിക്കപ്പെടുന്നു. സംയുക്ത നാവിക അഭ്യാസങ്ങൾ ഇതിന് തെളിവാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ വില്ലന്മാരുടെ സഖ്യം എന്ന് വിളിക്കുമ്പോൾ ഈ രാജ്യങ്ങൾ അതിനെ നീതിയുടെ സഖ്യമെന്നാണ് വിളിക്കുന്നത്. ലോകം ഇനി വാഷിംഗ്ടണിൽ നിന്നുള്ള ഉത്തരവുകൾക്കായി കാത്തു നിൽക്കില്ല. കിഴക്കിന്റെ ഉദയം പൂർത്തിയായി കഴിഞ്ഞു.